ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നു. ജെയ്സൺ ചാമുളപ്പിൽ ഇത്രയും വിദഗ്ധമായി മോഷ്ടിച്ചിട്ട് പോയ കള്ളനെ പോലീസ് ഇപ്പോൾ തിരിച്ച് ആ മോഷണം എങ്ങനെയാണ് നടത്തിയതെന്നടക്കം പരിശോധിക്കുന്നതിനായി എത്തിക്കുകയാണ്. നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കണ്ട അതേ ഇടത്തേക്ക് കള്ളൻ എത്തുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ബാങ്കിനകത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിൽ ഇപ്പോൾ കവർച്ചക്കാരൻ എത്തിച്ചേർന്നിരിക്കുന്നു. അന്ന് 3 മിനിറ്റിനുള്ളിൽ നടത്തിയ കവർച്ച വീണ്ടും പുനരവതരിപ്പിക്കുക എന്നതാണ് പോലീസിൻ്റെ ലക്ഷ്യം. 3 മിനിറ്റിനുള്ളിൽ അയാൾ 15 ലക്ഷം രൂപയുമായി കടന്നു കളഞ്ഞതിൻ്റെ അതേ മാതൃകയിൽ അതേ രീതിയിലുള്ള ഒരു പുനരവതരണം തന്നെയാണ് പോലീസ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതിനൊപ്പം തന്നെ കവർച്ച നടത്തിയ റിജോ ഉണ്ട്. റിജോ അത് വിവരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനകത്തേക്ക് കയറിയത്, ഏത് രീതിയിലാണ് കവർച്ച നടത്തിയത്, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളുമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വിവരിക്കുന്നത്. ആ സമയത്ത് 2 പേരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്ന 2 ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇതിനകത്തുണ്ട്. ബാങ്കിലെ ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരുടെ സാന്നിധ്യത്തിലാണ് എങ്ങനെയാണ് ഇത് സംബന്ധിച്ച കവർച്ച നടന്നതെന്ന വിവരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഇപ്പോൾ പ്രതി അവതരിപ്പിക്കുന്നത്. 2:15 കൂടിയാണ് ഇത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:15 കൂടിയാണ് പ്രതി ഇവിടെ ഒരു സ്കൂട്ടറിലെത്തുന്നത്. വളരെ ശാന്തനായി ഈ ബാങ്കിനകത്തേക്ക് അയാൾ കയറുന്നു. അതേസമയം തന്നെ ഇവിടെ ജീവനക്കാർ പലരും ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. ഉള്ളിൽ ചിലർ മുറിക്കകത്ത് ഭക്ഷണം കഴിക്കുമായിരുന്നു. 2 ജീവനക്കാർ മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ആ 2 ജീവനക്കാരുടെ മുമ്പിലേക്ക് തൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്ന കത്തി എടുത്ത് ചൂണ്ടുന്നു. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ മുന്നേ പുറത്തു വന്നതാണ്. ആ ചൂണ്ടിയതിന് ശേഷം ആ 2 ജീവനക്കാരെയും മറ്റൊരു മുറിയിലേക്ക് മാറ്റി ആ മുറി ലോക്ക് ചെയ്യുന്നു. ആ ലോക്ക് ചെയ്ത ശേഷമാണ് ക്യാഷ് കൗണ്ടറിൻ്റെ ചില്ലുകൾ അടിച്ച് തകർത്തത്. അതിനുശേഷം അയാൾ 15 ലക്ഷം രൂപ, അതായത് 3 ബണ്ടിലുകളായി എടുത്തു വച്ചിരുന്ന 15 ലക്ഷം രൂപ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അയാൾ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനകത്തേക്ക് അപ്പോൾ എത്തിയത്, എന്താണ് ഇതിനകത്ത് കയറിയതിന് ശേഷം നടക്കമുള്ള കാര്യങ്ങൾ അയാൾ വിശദീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഈ അറ്റത്ത് ഇപ്പോൾ തലയിൽ മുടിയില്ലാതെ നിൽക്കുന്ന ആളാണ് പ്രതി. അയാൾ എങ്ങനെയാണ് ഇതിനെ കയറി വന്നത് അത് സംബന്ധിച്ച വിവരണവും അതോടൊപ്പം തന്നെ പോലീസ് സംബന്ധിച്ച ചിത്രീകരണവും നടത്തുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അയാൾ ആദ്യം കയറി വരുന്നു, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു. ജീവനക്കാർ ആരൊക്കെയുണ്ടെന്ന് സംബന്ധിച്ച അയാൾ ഒരു മൊത്തത്തിൽ ആൾ നോക്കുകയാണ്. അതിനുശേഷമാണ് അങ്ങോട്ട് കിടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് 2 ജീവനക്കാരെ കാണുന്നു. ഉടനെ തന്നെ കത്തി പുറത്തെടുക്കുന്നു. ആ കത്തി പുറത്തെടുത്ത് 2 ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി അരികിലുള്ള മുറിയിലേക്ക് മാറ്റുന്നു. പിന്നീട് ഒരു കസേരയെടുത്ത് ആ മുറി ലോക്ക് ചെയ്യുന്നു. അതിനുശേഷമാണ് ആ ഡോർ തകർത്ത് ഉള്ളിലേക്ക് കയറുകയും ക്യാഷ് കൗണ്ടറിൽ നിന്ന് 15 ലക്ഷം രൂപ ബാഗിലേക്ക് നിക്ഷേപിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അയാൾ വിവരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തൊക്കെയായിരുന്നു 3 മിനിറ്റിനുള്ളിൽ ഈ ബാങ്കിനകത്ത് അന്ന് സംഭവിച്ചത്, ആ നട്ടുച്ച നേരത്ത് പട്ടാപ്പകൽ നേരത്ത് എങ്ങനെയാണ് താൻ 15 ലക്ഷം രൂപ ഇവിടെ നിന്ന് കവർന്നത് എന്നതിൻ്റെ വിവരണമാണിപ്പോൾ പ്രതി പോലീസുകാർക്ക് ബാങ്ക് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ വിശദീകരിച്ച് കൊടുക്കുന്നത്. എന്തൊക്കെയായിരുന്നു അന്ന് നടന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് താൻ ഇവിടേക്ക് എത്തിയത്, എന്തായിരുന്നു താൻ ഇതിനകത്ത് വെച്ച് സംസാരിച്ചത്, ജീവനക്കാരോട് സംസാരിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളാണിപ്പോൾ ബാങ്കിനകത്ത് വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തെളിവെടുപ്പ് നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അയാൾ സംസാരിക്കുന്നു. അയാൾ അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോയി ആ സൈഡിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ ആ സൈഡിലാണ് ക്യാഷ് കൗണ്ടർ ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും അയാളെ അനുഗമിക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്, 3 മിനിറ്റിനുള്ളിൽ ഈ ബാങ്കിനകത്ത് നടന്ന കവർച്ചയുടെ മുഴുവൻ ചിത്രീകരണവും ഇപ്പോൾ പോലീസ് അയാളെ കൊണ്ട് നടത്തുകയാണ്. എങ്ങനെയായിരുന്നു 15 ലക്ഷം രൂപ കവർന്നതെന്നടക്കമുള്ള മുഴുവൻ വിവരണങ്ങളും അയാൾ പറയുകയാണ്.